ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു തക്കാളി. ഇതിൻ്റെ അകത്തെ കുരുവും വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം നമ്മൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ തക്കാളിയെല്ലാം നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ പൊടികളെ പച്ച ചൊവയെല്ലാം നമുക്കിവിടെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റായിരുന്നു. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട വേണം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 3/4 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, 250 കപ്പിന് 1 കപ്പ് പാല്, പിന്നെ ഇനി ഇതിലേക്ക് നമുക്കിതുപോലെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസാകാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ഒരു പാനൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു സൈഡ് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനങ്ങ് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ളതും നമുക്കിതുപോലെ പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെന്ത് വരുമ്പം തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റെഡിയായി വന്നു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇതുപോലെ സെൻറ്ററിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുടെ പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ മുകളിൽ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇത് നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അറ്റം ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു അറ്റവും കൂടെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ മൈദയുടെ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് മടക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഓരോന്നെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കണം. പിന്നീട് പുഴുങ്ങി കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ മൈദയുടെ ബാറ്ററി ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തും നമുക്കിതുപോലെ മൈദയുടെ ബാറ്റർ അങ്ങ് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടറ്റവും നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പം ഇതുപോലെ പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മുങ്ങിക്കിടക്കേണ്ട വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ എണ്ണ ഒരുപാട് അങ്ങ് കുടിക്കും. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറെല്ലാം ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അങ്ങനെ ഇതെല്ലാതും ഞാൻ ഇതുപോലെ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.